നമസ്കാരം. വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സ് നോർത്ത് ഈസ്റ്റ് മത്സരം ഒത്തിരി നാടകീയതയും ആവേശവും സമ്മാനിച്ച മത്സരമാണ് കാണാൻ കഴിഞ്ഞത്. ഇരു ടീമിനും ഒരുപാട് ഭാഗ്യവും നിർഭാഗ്യവും നിറഞ്ഞ മത്സരമായിരുന്നു. KBFCക്ക് വിജയം നിർണായകമായിരുന്ന മത്സരമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഐബൻ്റെ 30-ാം മിനിറ്റിലെ റെഡ് കാർഡ് കണ്ട് പുറത്തു പോകുന്നതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറെക്കുറെ തോൽവിയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതുവരെ നിർഭാഗ്യകരമായ സിറ്റുവേഷനായിരുന്നു KBFCക്കെങ്കിൽ അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിനെ ഭാഗ്യം തുണച്ചു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും നോർത്ത് ഈസ്റ്റിനെ പോലുള്ള ഇപ്പോൾ ISL തന്നെ 31 ഗോളോളം ഇതുവരെ അവർ അടിച്ചിട്ടുണ്ട്. ഗോൾഡൻ ബൂട്ട് റേസിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഹജാരിക്കെതിരെയെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് തോൽവി ഉറപ്പിച്ച നിൽക്കുന്ന സിറ്റുവേഷൻ അതെല്ലാം മറികടന്ന് ഒരു സമനില നേടുന്നു, വിലപ്പെട്ട ഒരു പോയിൻറ്റും നേടുന്നു. നോർത്ത് ഈസ്റ്റിൻ്റെ കോച്ച് ബെന്നലിയും തുടർ സമനിലയുമായിട്ടാണ് വരുന്നത്. വിജയം അവർക്കും അനിവാര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാകാം പ്രത്യേകിച്ചൊന്നും കാരണമില്ലാതെ തുടക്കത്തിൽ തന്നെ ഹജാരി ഡിഫൻസിനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്നു. ബെന്നലി വിചാരിച്ച് കാണാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തുടക്കത്തിലുള്ള ആ ഒരു ഡിഫൻസ് ഓർഗനൈസ്ഡ് ഇല്ലായ്മ, പിന്നെ ഗോൾ കീപ്പർ മിസ്റ്റേക്ക് തുടർച്ചയായി വരുന്നു, ഈ അവസ്ഥയെല്ലാം തന്നെയായിരുന്നു. പക്ഷേ ഈ 2-3 മത്സരങ്ങൾക്ക് വരെ അവസാനം കളിച്ച 2-3 മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് നല്ല ഓർഗനൈസ്ഡ് ആയി വരുന്നുണ്ട്. എന്തായാലും ആ ഓർഗനൈസ്ഡിൽ എന്തെങ്കിലും പാളിച്ച വരുത്തി ഗോൾ നേടാം എന്ന് ഉദ്ദേശിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാകാം ഹജാരി തുടക്കത്തിൽ തന്നെ പ്രൊവോക്ക് ആരംഭിച്ചു. പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാതെയാണ് 1-ാം മിനിറ്റിൽ തന്നെ ഡ്രിൻസിച്ചിനെതിരെയുള്ള പ്രൊവോക്ക് നടത്തിയത്. പക്ഷേ അത് പ്രത്യേകിച്ച് ഒരു ദോഷമൊന്നുമില്ലാതെ കടന്നുപോയി. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തെയും മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പ്രൊവോക്ക് തുടർന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സാധാരണ കാണാത്ത ഈ ഒരു രീതി കാണുമ്പോൾ കോച്ചിൻ്റെ നിർദ്ദേശമാണ് എന്ന് തോന്നിപ്പോകുന്നു. എന്തായാലും കോച്ചിൻ്റേതാകാം, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ചെയ്യുന്നതായിരിക്കാം. തുടർച്ചയായി കാണുമ്പോഴുള്ള ഒരു സാധ്യത മാത്രമാണ് പറഞ്ഞത്. അതിനുശേഷം 29-ാം മിനിറ്റിലാണ് ഐബൻ്റെ നേർക്കുള്ള പ്രൊവോക്ക് നടത്തിയത്. ഐബൻ ഒരു ടെമ്പർ നഷ്ടപ്പെടുന്നു, തല കൊണ്ട് ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്യുന്നു. ഐബന് റെഡ് കാർഡും ഹജാരിക്ക് യെല്ലോ കാർഡും കിട്ടുന്നു. ഹജാരി ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. അവർക്ക് എന്തായാലും വിജയിക്കാൻ എളുപ്പമായിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് ഓർഗനൈസ്ഡ് ആവാൻ സാധ്യത ഇനിയില്ല. എന്തായാലും കാര്യങ്ങൾ എളുപ്പമായി എന്ന് വിചാരിച്ചിടത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് സമനില നേടുന്നത്, അതും ശക്തമായ ടീമിനെതിരെ. ഐബൻ റെഡ് കാർഡ് കണ്ട് പുറത്തു പോയതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിൻ്റെ പ്ലാനിംഗ് എല്ലാം നഷ്ടപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മുഴുവനായും ഡിഫൻസിലേക്ക് ചുരുങ്ങി. ഇടയ്ക്ക് വല്ലപ്പോഴും അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് അതൊന്നും ഓർഗനൈസ്ഡ് ആക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം അവരുടെ നോർത്ത് ഈസ്റ്റിൻ്റെ ഭാഗത്ത് നിന്നാണ് തുടരെ അറ്റാക്ക് കാണാൻ കഴിഞ്ഞത്. ഡിഫൻസ് ഓർഗനൈസ്ഡ് ആയതും പ്രത്യേകിച്ചും സന്ദീപും സച്ചിനും തുടർച്ചയായ മിസ്റ്റേക്ക് വരുത്തുന്നു എന്ന് കരുതിയ ഇടത്താണ് അവർ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും മികച്ച പെർഫോമൻസാണ് കാണാൻ കഴിഞ്ഞത്. 39-ാം മിനിറ്റിൽ തന്നെ സന്ദീപിൻ്റെ നല്ലൊരു സേവും കാണാൻ കഴിഞ്ഞു, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. 40-ാം മിനിറ്റിൽ ഹജാരിയുടെ നല്ലൊരു ഷൂട്ട് ഡ്രിൻസിച്ച് ബ്ലോക്ക് ചെയ്യുന്നു. ഡ്രിൻസിച്ചിൻ്റെ കയ്യിൽ തട്ടുന്നുണ്ട്. എന്തായാലും റെഫറി കനിഞ്ഞു, ഭാഗ്യം തുണച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിന് അവിടെ രക്ഷപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് ഇഞ്ചുറി ടൈമിൽ ഹജാരിയുടെ നല്ലൊരു ഷൂട്ടും സച്ചിൻ മികച്ച സേവിലൂടെ ഗോളാവാതെ രക്ഷപ്പെടുത്തുന്നു. അതിനുശേഷം 50-ാം മിനിറ്റിൽ നെസറുടെ ഗോളെന്നുറച്ച് നല്ലൊരു ഷൂട്ട് പോസ്റ്റിൽ തട്ടി പോകുന്നു. 82-ാം മിനിറ്റിലും അതുപോലെ ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷൻ സച്ചിൻ അഭിമുഖീകരിക്കുന്നു. അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരുന്നു. എന്തായാലും 10 പേരായി ചുരുങ്ങിയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച ടീമിനെതിരെ സമനില നേടി. ഇനിയുള്ള മത്സരത്തിലേക്ക് നല്ലൊരു തിരിച്ചു വരാൻ പ്രത്യേകിച്ചും ഡിഫൻസും മിഡും അറ്റാക്കും ഓർഗനൈസ്ഡ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആയിട്ടുണ്ട്. ഇനിയുള്ള മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെ കളിച്ച് വിജയിച്ച് തോൽവി പരമാവധി ഒഴിവാക്കിയാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് സെമിയിലെത്താം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച വരവ് നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോയും ചാനലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.